ശ്രീ സുകുമാരൻ, ശ്രീ MP സുകുമാരൻ സാമ്പത്തിക വിദഗ്ധൻ നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെയാണ് അക്കാഡമിക്കലി ഈ ബഡ്ജറ്റിൽ നമ്മൾ കാണുന്നത്? വളരെ റിയലിസ്റ്റിക് ആയ ഒരു ബഡ്ജറ്റാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പോപ്പുലിസ്റ്റ് ബഡ്ജറ്റ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അല്ലല്ല, ഒരു അതെ അതെ അല്ല, അക്കാഡമിക് പെർസ്പെക്റ്റീവ് നമ്മൾ അതിനെ കാണുമ്പോൾ പൊതുവെ എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മാറ്റർ ചെയ്യുന്നതെങ്കിലും ഇതിന്റെ ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അതില് വെൽഫെയറും ഡെവലപ്മെന്റും രണ്ടും വെൽ ബാലൻസ്ഡ് ആണ്. അതിന്റെ കവറേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വെൽഫെയർ സ്കീംസിന്റെ കവറേജ് വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ധാരാളം ഡെവലപ്മെന്റ് സ്കീംസും എടുത്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയിലുണ്ട്, എമർജിംഗ് സെക്ടറിലും ധാരാളം പുതിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ വേണ്ടിയുള്ള അലോക്കേഷൻ, ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ, മറ്റേ ഡാറ്റ അനാലിറ്റിക്സിൻ്റെ ഒക്കെ മേഖലയിൽ പറഞ്ഞിരിക്കുന്ന, ഡാറ്റാ സെൻറ്ററിൻ്റെ ഒക്കെ മേഖലയിൽ പറഞ്ഞിരിക്കുന്ന അലോക്കേഷൻസ് വളരെ മീഗറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ ബജറ്റിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഒന്ന് ഈ റിസോഴ്സ് മൊബിലൈസേഷൻ്റെ കാര്യത്തിൽ വേണ്ടത്ര മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്റേണൽ വരുമാനം കൂടിയിട്ടില്ലേ? നികുതിയേതര വരുമാനം അതില് നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള റിസോഴ്സ് മൊബിലൈസേഷൻ വളരെ കുറച്ചിട്ടേ ഉള്ളൂ. GST വരുമ്പോൾ എങ്ങനെയാ സ്വാഭാവികം? GST മാത്രമാണല്ലോ, നമുക്കിവിടെ മാനുഫാക്ചറിങ് സെക്ടറിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇവിടെ ധാരാളം അസറ്റ്സ് അണ്ടർ യൂട്ടിലൈസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ മൊബിലൈസ് ചെയ്തിട്ട് റവന്യൂ ജനറേഷൻ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടില്ല. ഇപ്പോൾ പറയുമെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ച് ഒരു റെഫറൻസ് ഉണ്ട്. പക്ഷേ ക്രിട്ടിക്കൽ മിനറൽസിൽ ഇപ്പോൾ ടൈറ്റാനിയം, സിർക്കോണിയം മിനറൽസ് കേരളത്തിൽ മാത്രമുള്ളതാണ്. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ, ബട്ട് ഇനിഷ്യലി ദേ മേ റിക്വയർ ഹയർ ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ റെഗുലർ റവന്യൂ ഏണർ ഫോർ ദ സ്റ്റേറ്റ് ഇൻ എ ബിഗ് വേ. പോരെങ്കിൽ ISROയുടെ ഈ മറ്റേ ഇതൊക്കെ കൂടിക്കൂടി വരുന്ന ഘട്ടത്തിൽ ക്രിട്ടിക്കൽ മിനറൽസിന് ഈ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ കാര്യത്തിലൊക്കെ വലിയ പ്രാധാന്യം വരികയാണ്. മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് നടപ്പിലാക്കുന്ന മെഷറിയുടെ വീക്ക്നെസിനെ കുറിച്ച് ഇതിൽ അഡ്വൈസ് ചെയ്തിട്ടില്ല. ഈ പ്ലാൻ ഇംപ്ലിമെന്റേഷനെ കുറിച്ച് പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ലഭിക്കുന്നതുകൊണ്ടാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്നില്ലെങ്കിലും there is some issues connected with the implementation of the program. 50% ഉറപ്പാണ് നടപ്പിലാക്കിയില്ല എന്നുള്ളത്. അതിന് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മെഷർ ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ്. അത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെക്കാനിസം നമുക്കില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ്സും ഇതിൽ കണ്ടിട്ടില്ല. അതായത് നമ്മുടെ മാൻ പവർ റിസോഴ്സിന്റെ കാര്യത്തിൽ അവരുടെ കേപ്പബിലിറ്റീസ് നന്നായിട്ട് നമ്മുടെ ഗവൺമെന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഹൗ ഫാർ ദ സ്ട്രെങ്തനിങ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.